പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഭഗവത്ഗീത പഠനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഗീത സ്തുതിയാകുന്നു. ഗീതയെ സ്തുതിക്കുകയാണ് ഇവിടെ കവി. എന്താണ് ഗീതയുടെ ഇത്രത്തോളം മാഹാത്മ്യം എന്നാണ് അടുത്ത വരികളിലൂടെ കവി ഇവിടെ ഊന്നി പറയുന്നത്. പവിത്രമായ ഗീതാശാസ്ത്രത്തെ അധ്യയനം ചെയ്യുന്നവൻ ഭയശോകങ്ങളിൽ നിന്നും മുക്തനായി വിഷ്ണുപദത്തെ, ഏറ്റവും മഹനീയമായ വിഷ്ണുപദത്തെ പ്രാപിക്കുന്നു എന്നാണ് ഗീതാ മാഹാത്മ്യത്തിലൂടെ, ഗീതാ സ്തോത്രങ്ങളിലൂടെ കവി വ്യക്തമാക്കുന്നത്. നിത്യവും ഗീത അഭ്യസിക്കുന്നവനും പ്രാണായാമം ചെയ്യുന്ന വ്യക്തിയും തൻ്റെ പൂർവജന്മകൃത പാപങ്ങളെല്ലാം തന്നെ നശിച്ച് പുതിയ പാപങ്ങളിൽ പ്രവേശിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു. അത്ര മഹത്വരമായ ഒരു തത്വമാണ് ഈ ഗീതാ മഹാത്മ്യത്തിൽ കവി വർണ്ണിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രവിക്കുക. ഗീതാശാസ്ത്രമിദം പുണ്യം യപ്പഠേത് പ്രയതപുമാൻ വിഷ്ണോപദമവാപ്നോതി ഭയശോകാദിവർജിതഃ. ഗീതാധ്യയനശീലസ്യ പ്രാണായാമപരസ്യ ച നൈവ സന്ധിഃ പാപാനി പൂർവജന്മകൃതാനി ച. മലവിമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃദ്ഗീതാംഭസി ജ്ഞാനം സംസാരമലനാശനം. ഗീതാ സുഗീതാ കർത്തവ്യ കിമന്യൈ ശാസ്ത്രവിസ്തരൈഃ യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിസൃതാ. ഭാരതാമൃത സർവസ്വം വിഷ്ണോത് വക്ത്രാത് വിനിസൃതം. ഗീതാഗംഗോദകം പീത്വാ പുനർജന്മ ന വിദ്യതേ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ. ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവാ. ഇപ്രകാരം ശ്ലോകങ്ങളിലൂടെ ഗീതയുടെ മാഹാത്മ്യവും സവിസ്തരം കവി വർണ്ണിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് സഞ്ജയൻ ധൃതരാഷ്ട്രരോട് കുരുക്ഷേത്ര യുദ്ധം ഉപദേശിക്കുന്ന രീതിയിൽ ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അർജുന വിഷാദയോഗമെന്ന പ്രഥമാധ്യായത്തിൽ ഇവിടെ സഞ്ജയനും ധൃതരാഷ്ട്രരും മാത്രമേ മേൽപ്പറഞ്ഞ അന്ധനായ ധൃതരാഷ്ട്രർക്ക് ഉപദേശരൂപത്തിൽ യുദ്ധം വിവരിച്ചു കൊടുക്കുന്നത് സഞ്ജയൻ. ദുര്യോധനൻ ഒരു ശ്ലോകത്തിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ടേക്ക് ഭഗവത്ഗീതയിൽ പാർത്ഥ സാരഥി പാർത്ഥനെ ഉപദേശിക്കുന്ന രീതിയിലാണ് ഓരോ അധ്യായവും കടന്നു വരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഈ സദുദ്യമത്തിന് സഹകരിക്കണമെന്ന വിനീതമായ അഭ്യർത്ഥനയോടുകൂടി തൽക്കാലം വിരമിക്കുന്നു. നന്ദി, നമസ്തേ.